കുരിശിലെ തന്റെ യാഗത്തിലൂടെ യേശുക്രിസ്തു നമുക്ക് രോഗത്തിന്മേൽ വിജയം നൽകി. ആദാമിലൂടെ പാപം ലോകത്തിൽ പ്രവേശിച്ചപ്പോൾ രോഗവും വേദനയും മരണവും മനുഷ്യരാശിയിലേക്കും പ്രവേശിച്ചു. എന്നിരുന്നാലും ദൈവം മനുഷ്യവർഗത്തെ പ്രത്യാശയില്ലാതെ വിട്ടില്ല. നമ്മെ വീണ്ടെടുക്കാനും നഷ്ടപ്പെട്ടത് പുനഃസ്ഥാപിക്കാനും യേശു വന്നു. യെശയ്യാവ് 53:5 ബൈബിൾ പറയുന്നു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കുരിശിൽ യേശു നമ്മുടെ പാപങ്ങൾ വഹിച്ചു എന്നു മാത്രമല്ല, നമ്മുടെ കഷ്ടപ്പാടുകളും വേദനയും വഹിച്ചു. അവന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും പാപത്തിന്റെ ശക്തിയെയും സാത്താനെയും മനുഷ്യരാശിയുടെ മേൽ വന്ന എല്ലാ ശാപത്തെയും അവൻ പരാജയപ്പെടുത്തി. ക്രിസ്തു നിമിത്തം വിശ്വാസികൾക്ക് വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കാൻ കഴിയും. അവനെ രോഗശാന്തിയും രക്ഷകനുമായി വിശ്വസിക്കാം. ശാരീരികമായും ആത്മീയമായും വൈകാരികമായും ശാശ്വതമായും രോഗശാന്തി വന്നേക്കാം. പക്ഷേ കുരിശ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും ശക്തിയുടെയും ആത്യന്തിക തെളിവായി തുടരുന്നു. യേശു നൽകുന്ന ഏറ്റവും വലിയ രോഗശാന്തി രക്ഷയാണ്. ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മെ പുനഃസ്ഥാപിക്കുകയും നിത്യജീവൻ നൽകുകയും ചെയ്യുന്നു. അതിനാൽ വിശ്വാസികൾ എന്ന നിലയിൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് കുരിശിൽ നിന്ന് ലഭിച്ച വിജയവും പ്രത്യാശയും രോഗശാന്തിയും ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് നാം വിശ്വാസത്തിൽ നിലകൊള്ളുന്നു.